നല്ല പഠിക്കാൻ പറഞ്ഞല്ലേ? ഇന്നൊക്കെ പഠിക്കാൻ പറഞ്ഞാണ് ചാപ്റ്റർ 11. ആരൊക്കെ പഠിച്ചിട്ടുണ്ട്? ലിവിയണാ? വിജയൻ ഫുള്ളായിട്ടില്ല. ബാക്കിയാരൊക്കെ? എനിക്ക് പഠിക്കാനാ? ഇപ്പൊ എന്താ വ്യത്യാസം വന്ന്? ആരെങ്കിലും ഇപ്പൊ ലെഫ്റ്റ് ആയാ? 1 2 3 4 5 ആരാ? അരീമായിരുന്നു. അരീമ ഉണ്ടായിരുന്നു ഇത്ര നേരം. ഫുള്ളായിട്ടില്ല. ഹാഫും വെച്ചിരിക്കാണ. ഇപ്പൊ ഫുള്ളായത് ഏതാ? SA 2 ടൺ ഫുള്ള് നോക്കിയിട്ടുള്ളവർ ഏതാ? ഫുള്ളായത് നീ എടുക്കത്തുള്ളൂ. ഫുള്ളായില്ല. യെസ്. എന്നാ എത്തിക്സ് ഫുള്ളായിട്ടുള്ളവർ ഏതാ? എത്തിക്സ് ആരൊക്കെ ഫുള്ളാവാത്തവര്? തേജിക. പകുതി വന്ന തേജികൾ ഉച്ചാർ ഇങ്ങക്കില്ലല്ലോ. എത്തിക്സ് ഫുള്ളായിട്ടുള്ളവർ ആരൊക്കെ? അഷിതലിയും. എത്തിക്സ് ഫുള്ളായിട്ടില്ലേ? ഏഞ്ചൽ, മെർലിൻ, അമിന. അമിന യെസ്. ഏഞ്ചൽ, മെർലിൻ. ഏഞ്ചല് മുന്നേ നോക്കിയിട്ടില്ലേ? മെർലിൻ ഫസ്റ്റ് തുടക്കത്തിലെടുത്ത എസ്എസ് ആണ്. എസ് അല്ല, തുടക്കത്തിലെടുത്ത ഏരിയ ആണ് ഇതൊക്കെ. സാഹചര്യം കൊണ്ട് യെസ് ആണോ അതോ ശരിക്കും യെസ് ആണോ? നമുക്ക് നോക്കാം. എസ് എ എത്തിക്സ് നോക്കാം. എത്തിക്സ് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് കൂടിയാണ്. എസ് എ 2 ഉടനെ അത്യാവശ്യം ക്വസ്റ്റ്യൻസുകളുണ്ട്. എത്തിക്സ് ഓക്കെ. ഓക്കെ, ഒരാൾ വായിക്കൂ. CA Tripath, engagement partner based at New Delhi, is external auditor of Lab of Nature A firm since last 3 years. The firm is engaged in business of providing tourism service including holiday packages to its club members. It has also provided auditor including his team members free holiday for a week every year in one of its premium resort in Ooty in the state of Tamil Nadu. The company has also booked free air travel for engagement team members during all these years. Discuss why chartered accountant is not acting ethically. How are familiarity threat created in above situation? ഇതിലിപ്പോ സത്യം പറഞ്ഞാല് ഇങ്ങനെ സംഭവങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാ പറ്റാതിരിക്കുകയാണോ ചെയ്യാ? പറ്റില്ല. അപ്പൊ ഒബ്വിയസ്ലി അതും പിന്നെ ഫെമിലിയാരിറ്റി ത്രെറ്റിന്റെ ഫുൾ പോയിന്റുകൾ ചെയ്ത് അത്ര ഉള്ളൂ ഇതില്. The firm is providing free hospitality to engagement team members including engagement partner. ക്വസ്റ്റ്യനിലെ സംഭവം റീപ്രൊഡ്യൂസ് ചെയ്തു. ഇൻ സച്ച് സർക്കംസ്റ്റൻസ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് പ്രൊഫഷണൽ എത്തിക്സ്. ഒരു പ്രൊഫഷണൽ എത്തിക്കൽ ആവണമെന്നുണ്ടെങ്കിലുള്ള ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യാണ്? വയലേറ്റ് ചെയ്യാണ്. സച്ച് ആക്ട് ഓഫ് ഫ്രീ ഹോസ്പിറ്റാലിറ്റി ആർ കേപ്പബിൾ ഓഫ് ഇമ്പയറിംഗ് ഒബ്ജക്ടിവിറ്റി. ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത് വഴി ഒബ്ജക്ടിവിറ്റി എന്ന ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യല്ലേ? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? ഓരോരുത്തരോന്ന് പറഞ്ഞേ. Integrity, Objectivity, professional competence and due care, confidentiality, ആര്? confidentiality, ഒന്നുകൂടി പറഞ്ഞ കേട്ടില്ല. confidentiality, കേൾക്കണില്ല. confidentiality, കോൺഫിഡൻഷ്യാലിറ്റി ആയിട്ടാണോ മെല്ലനെ പറഞ്ഞത്? നാലെണ്ണായില്ലേ? ഓർമ്മയില്ലേ? പ്രൊഫഷണൽ ബിഹേവിയർ. ഓക്കെ, അപ്പോ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു പ്രൊഫഷണൽ എത്തിക്കലാവുള്ളൂ CA-കാരൻ അല്ലേ? അപ്പൊ ഇവിടെ ഒബ്ജക്ടിവിറ്റിനെ എന്ത് ചെയ്യണം? ഇമ്പയർ ചെയ്യണേ. The situation given in the question signifies that auditor have formed a relationship between the client whether they too sympathetic ആവും to the client's interest. ഒബ്വിയസ്ലി നമുക്ക് ഒരുപാട് സഹായം ചെയ്യണ ആളുടെ അടുത്ത് നമുക്ക്
അങ്ങനെ തർക്കിച്ച് കയറി അല്ലെങ്കിൽ നോ പറയാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും ഇല്ലേ? ഉണ്ടാവും. അതൊക്കെയാണ് ഇവിടൊക്കെ ഇതൊക്കെ ജസ്റ്റ് സിമ്പിൾ സാധനങ്ങളാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് വായിക്കണം അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടായിരിക്കണം. എക്സാം സമയത്ത് നമുക്ക് എഴുതണില്ലേ ആ സമയത്ത് നമുക്ക് ആലോചിക്കാൻ സമയമില്ല. ഉണ്ടാക്കി എഴുതാനുള്ള സമയമില്ല. നമ്മൾ തലയ്ക്കുള്ളിൽ എടുത്ത് എഴുതണം. എന്നാലാണ് ലൈക്ക് ഒരു ഹെൽത്തി എക്സാം ആവുള്ളൂ. അപ്പൊ ഡ്യൂ ടു ഫ്രീ ഹോസ്പിറ്റാലിറ്റി എൻജോയ്ഡ് ബൈ ടീം മെമ്പേഴ്സ് ദേ മേ ബിക്കം സിമ്പത്തറ്റിക്. ഇൻ ദിസ് വേ ഫെമിലാരിറ്റി ദാറ്റ്സ് ക്രിയേറ്റ് ഇൻ ദ സിറ്റുവേഷൻ. സിമ്പിൾ അല്ലേ? വായിക്കണം പഠിക്കണം എന്നാലേ സിമ്പിൾ ആവുള്ളൂ. ബട്ട് അങ്ങനെ ഭയങ്കര തല പുകയുന്ന സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഇതില്. അപ്പൊ ഇതില് സത്യം പറഞ്ഞാല് ത്രെഡ്സ് ടു ഇൻഡിപെൻഡൻസും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണിത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇത് നമ്മള് സത്യം പറഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വായിച്ചേ. ഇത് ഓർമ്മയുണ്ടോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഇതെന്ത് ടോപ്പിക് റിലേറ്റഡാ പറഞ്ഞേ? ഒരാൾ വായിക്കേ. Truthful Products Private Limited is engaged in trading stationery items. During the year 2023-24, there was a huge fire in one storage location of the company, resulting in loss of inventories of Rs 5 crores. As a result, the operations of the company were badly affected for about 2 months. Unfortunately, the insurance claim of the company was rejected due റിജക്റ്റഡ്. to certain നോങ്ങായിരുന്നവന്റെ തലയിൽ തേങ്ങയുടെ പോലെ ഫുൾ പ്രശ്നങ്ങളാണ്. കമ്പനി പൂട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലല്ലേ ഇവിടെ? ആ Due to certain defects in the policy issued and loss was booked by company in the year 2023-24 itself. There ലോസും was ബുക്ക് no ചെയ്തു. change. There was no change in nature of business of company in relation to ലൈക്ക് the പുതിയ last പ്രൊഡക്റ്റ് year. പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വന്നിട്ടില്ല. The draft financial statements of the company reflect following information. ആ Revenue from operations 80, 22-23, 23-24 100. Net profit before tax 22-23 6, 23-24 10. CAD, who has been the statutory auditor for past 3 years, has decided to rely upon സെയിം ടെസ്റ്റ് the ഓഫ് ഡീറ്റെയിൽ same ഇന്ന് test പ്രീവിയസ് of ഇയർ. കഴിഞ്ഞ details കൊല്ലം as 50 ഇൻവോയ്സ് ചെക്ക് performed. ചെയ്യുന്നെങ്കിൽ ഈ കൊല്ലം 50 ഇൻവോയ്സ് ചെക്ക് ചെയ്യും. കഴിഞ്ഞ കൊല്ലം 50 സെയിൽസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലം 50 സെയിൽസ് ചെക്ക് ചെയ്യും അല്ലേ? In the given situation, what is lacking on part of the auditor? Discuss. ഇതിലിപ്പോ പ്രശ്നം വല്ലതുണ്ടാ? ഉണ്ട്. എന്താ? അത് ഓവർ ജനറലൈസിംഗ് അല്ലേ പ്രൊഫഷണൽ? അല്ല റവന്യൂവും കൂടി പ്രോഫിറ്റും കൂടി ഈ ഹ്യൂജ് ഫയർ കഴിഞ്ഞിട്ടു. അതാണ് മെയിൻ നിങ്ങൾ പറയേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. ഇപ്പൊ റവന്യൂ കുറവാണെങ്കിൽ ഓക്കെ, പിന്നെങ്കിലും ഓക്കെയാണ് കഴിഞ്ഞ പോലത്തെ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ. കൂടാന്ന് പറഞ്ഞാൽ നമ്മുടെ ലോജിക്കിന് എതിരെയാണ്. അപ്പൊ മിക്കതും എന്തോ ഒരു ഉടായ്പ് കളിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. സത്യം പറഞ്ഞാൽ പ്രൊഫഷണൽ സ്കെപ്റ്റിക്കൽ ആണെങ്കിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ പ്രൊഫഷണൽ സ്കെപ്റ്റിക്കൽ ആ പോയിന്റ് ആണ് എഴുതുന്നത്. ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുള്ളവർ മാത്രം റിയാക്ഷൻ ഇട്ടെ. ഞാൻ ക്ലാസ്സിലില്ലായിരുന്നു. അപ്പൊ മെയിൻറ്റൈനിങ് പ്രൊഫഷണൽ സ്കെപ്റ്റിസം ത്രൂ ഔട്ട് ദ ഓഡിറ്റ് ഈസ് നെസസറി ഇഫ് ഓഡിറ്റർ ഈസ് ടു റെഡ്യൂസ് റിസ്ക് ഓഫ് ഓവർലുക്കിംഗ് അൺയൂഷ്വൽ സർക്കംസ്റ്റൻസസ്. ഇപ്പൊ നോക്കിയത് ഒരു അൺയൂഷ്വൽ സർക്കംസ്റ്റൻസ് ആണ്. അത് ഓവർലുക്ക് ചെയ്യുന്നത്. ഓവർലുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നന്നായി നോക്കാന്നാണോ? നന്നായി നോക്കുന്നത് ഒഴിവാക്കാന്നാണോ ഓവർലുക്ക്? സ്റ്റേറ്റ്മെന്റ്സ് ചെക്ക് ചെയ്യാതിരിക്കാനുള്ള സർക്കംസ്റ്റൻസസ് അല്ലേ? ചെക്ക് ചെയ്യാതിരിക്കാനുള്ള സിനാരിയോ ഒഴിവാക്കാൻ വേണ്ടിട്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അൺയൂഷ്വൽ സർക്കംസ്റ്റൻസ് നമ്മൾ ചെക്ക് ചെയ്യണല്ലോ. അൺയൂഷ്വൽ സർക്കംസ്റ്റൻസ് ചെക്ക് ചെയ്യാതിരിക്കാനുള്ള സിനാരിയോ ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്താണ്? അലേർട്ട് ആവണം അല്ലേ? ഓക്കെ. അപ്പോ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ത്രൂ ഔട്ട് ദ ഓഡിറ്റ് ചെയ്യുന്നത് ഓഡിറ്ററെ ഹെൽപ്പ് ചെയ്യും. എന്ത്? അൺയൂഷ്വൽ സർക്കംസ്റ്റൻസസ് നോക്കാതിരിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട്, എന്ന് വെച്ചാൽ നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത അസംഷൻസുകൾ ഇൻ ഡിറ്റർമിനിങ് ദ ഓഡിറ്റ് പ്രൊസീജിയർ, എത്ര പ്രൊസീജിയർ പെർഫോം ചെയ്യണം എന്നുള്ളതിൽ
അപ്രോപ്രിയേറ്റ് അസംഷൻസ് യൂസ് ചെയ്യാനും അൺയൂഷ്വൽ സർക്കംസ്റ്റൻസസ് ഒക്കെ ചെക്ക് ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യും? പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ഹെൽപ്പ് ചെയ്യും. നത്തിങ് ബട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. ഇൻ ദ ഗിവൺ സിറ്റുവേഷൻ ആ ക്വസ്റ്റ്യൻസ് സംഭവങ്ങൾ പറയാണ് 5 crore എന്താണ് എന്താ 5 crore ക്വസ്റ്റ്യൻത്തെ ലോസ് ഉണ്ടായി. പക്ഷെ എന്താണ് ഇൻക്രീസ് ആണ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എന്തോ ഒരു പ്രശ്നമല്ലേ? അങ്ങനെ ഇൻക്രീസ് അല്ലല്ലോ ഉണ്ടാവേണ്ടത്. ഇത്ര ക്ലെയിം കിട്ടിയിട്ടില്ല, ലോസ് ഓഫ് ഇൻവെന്ററി നടന്നു, എന്നിട്ട് അവസാനം സെയിൽസ് കൂടുന്നു. എന്തത്? അപ്പൊ ഇതൊക്കെ എന്താണ് അൺയൂഷ്വൽ സർക്കംസ്റ്റൻസ് ആണ്. ഇതൊക്കെ ഉണ്ടായിട്ടും ഓഡിറ്റർ എന്താ കഴിഞ്ഞ കൊല്ലത്തെ പട്ടന്റെ പാണ് പോലെ ആ കഴിഞ്ഞ കൊല്ലത്തെ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിലും പിടിച്ചിരിക്കേ. ശരിയാണത്. നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ നീഡ് ടു ബി സ്യൂട്ടബിളി ആൾട്ടേർഡ്. കറന്റ് സിനാരിയോ അനുസരിച്ചിട്ട് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ കൂട്ടണം. ഹി മേ ഇൻക്ലൂഡ് സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ ടു അനലൈസ് ദ വേരിയേഷൻസ്. എന്തുകൊണ്ട് ഇങ്ങനെ വേരിയേഷൻസ് വന്നു കമ്പയർ ചെയ്തിട്ട് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാം. എന്നിട്ട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ മാനേജ്മെന്റ് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പൊ ഇൻ കേസ് ഓഫ് ഡൗട്ട് അബൌട്ട് ദ റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ഓർ ഇൻഡിക്കേഷൻ ഓഫ് പോസിബിൾ ഫ്രോഡ്, സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് റിക്വയർ ഓഡിറ്റർ ടു ഡിറ്റർമിൻ വാട്ട് മോഡിഫിക്കേഷൻ ഓർ അഡീഷൻസ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആർ നെസസറി ടു റിസോൾവ് ദ മാറ്റർ. ഒരു മിനിറ്റ്. ലൈക്ക് റിലയബിലിറ്റിനെ പറ്റിയിട്ട് ഏതെങ്കിലും ഇൻഫർമേഷൻ റിലയബിലിറ്റിയെ പറ്റി ഓഡിറ്റർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല ഫ്രോഡിന് സാധ്യത ഉണ്ട് എന്നാണ് മേലെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് റിക്വയർ ഓഡിറ്റർ ടു ഡിറ്റർമിൻ വാട്ട് മോഡിഫിക്കേഷൻ ഓർ അഡീഷൻ ടു ഓഡിറ്റ് പ്രൊസീജിയർ നെസസറി എന്ന് വെച്ചാൽ ആ കോണ്ടക്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ പെർഫോം ചെയ്യുക. എന്ത് ഇപ്പൊ ലോജിക്കലി കുറവാണ് വേണ്ടത്. സെയിൽസ് ഒക്കെ കുറയണം. ഇനി കൂടിയിട്ടില്ലെങ്കിൽ അത് കൂടുതൽ ശരിക്കും കൂടിയിട്ട് തന്നെയാണോ? അതിന്റെ ഇൻവോയ്സ് ചെക്ക് ചെയ്യുക. അത്ര പറയുന്നുള്ളൂ ഇതില്. ഓക്കെ, ആ കോണ്ടക്സ് അനുസരിച്ച് തീരുമാനിക്കുക. സോ ഓഡിറ്റർ ഓഫ് ലിസ്റ്റഡ് കമ്മിറ്റി ഷാൾ ഡോക്യുമെന്റ് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി, ദ ഓഡിറ്റ് പ്ലാൻ, ഇനി സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഓഡിറ്റ് എൻഗേജ്മെന്റ് ഓവറോൾ. ഇത് ഒരു അഡീഷണൽ പോയിന്റ് പോലെയാണ്. ഇതിപ്പോ നമ്മൾ ഈ ആൻസർ കണ്ടില്ലെങ്കിൽ ഇത് എഴുതാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇതിപ്പോ എന്തിനാ ഇവിടെ പറഞ്ഞതെന്ന് അറിയില്ല. ബട്ട് എന്നാലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരണമെങ്കിൽ ഇതും കൂടി എഴുതാം. ഓക്കെ, കാരണം സജസ്റ്റഡ് ആൻസറിൽ ഉള്ളതാണ്. ഒന്ന് വായിച്ചത്, ഒന്ന് ഫോക്കസ് ചെയ്ത് വായിച്ച് ഞാൻ ഇപ്പൊ വരെ ഒറ്റൊരു കാര്യം ഇപ്പൊ വരാം.
ഞാനിവിടെ ഞാനിവിടെ വരണതിന് മുന്നേ ഒരു പ്രാന്തൻ വീട്ടിൽ കയറിയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കി ഓണാക്കല് കളിക്കണ്ടായിരുന്നേ. ഇപ്പൊ ഇവിടെ കറണ്ട് പോയപ്പോ ആള് വന്നതാണോ നോക്കിയതാ. ശരിക്കും എല്ലായിടത്തും കറണ്ട് പോയതാ. അമ്മേ, ഞാൻ ഈ വീട്ടിൽ ഒറ്റക്കും. ലാസ്റ്റ് ക്ലാസ് ആവില്ല. ബാക്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ. ഓ ഓ ദോസ്ത്, നല്ല റിയാക്ഷൻ. ആരെങ്കിലും വിളിച്ച് പറയണം. ആ ബാക്കിൽ ആളുണ്ട്, സാറ് പറയാൻ പറഞ്ഞു. എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, അങ്ങനെ ആവരുത്. ഓക്കെ, ഇത് വായിച്ചാ മനസ്സിലായോ ഇത്? അമ്മേ, ഇതൊക്കെ പഠിക്കാന്നുള്ളതിൽ തന്നെ റോളുള്ളോ? നിങ്ങൾക്ക് തന്നെ റോളുള്ളോ? അരിക്ക അരി ഉം. എന്റെ ഐഡിയ ആയി പോയി, അതുകൊണ്ട് ഞാൻ മറുപടി പറയണില്ല. പക്ഷെ ആ കുട്ടിക്ക് ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്നാ എന്റെ വിഷമം. പക്ഷെ ആ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം, എന്നാലേ കാണൂ. ആ ശരിയല്ലേ, ബാക്ക്ഗ്രൗണ്ട് എന്താ? ആ ശരിയാ, സ്വർഗത്തില് മാറ്റിയേക്കാം. ഇതെന്താ പോവാത്ത? നോ സീൻ. ആ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ കാണുന്നില്ല. പോട്ടെ, എന്തായാലും സൗണ്ട് എന്തെങ്കിലും കേൾക്കൂലോ. അപ്പൊ എനിക്ക് അത്ര ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ലല്ലോ, മനസ്സിലാവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാ. ഓക്കെ ഓക്കെ ആ ഓക്കെ, വായിക്കേ. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റുക? വായിക്കേ. നമ്മളെ പഠിക്കാനുള്ള സമയം പോകട്ടാ. വാനവില്ല്. ആം, Professional behavior is one ആ of the sorry. fundamental principles governing professional ethics. Explain its meaning. Also give example of a situation where chartered accountant fails to follow this principle. ഇത് നമ്മള് സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ബുക്കിലില്ല. ആദ്യം പ്രൊഫഷണൽ ബിഹേവിയറിനെ പറ്റി പറയാ, പിന്നെ എക്സാമ്പിള് സ്റ്റഡി മെറ്റീരിയൽ എക്സാമ്പിൾ തന്നെയാണ് അത് പറയാ. ഇതെന്താ, ഒന്ന് വായിച്ചേ. A chartered, വായിക്കേ. account- ആ a chartered accountant has conducted audit of accounts of an entity for a particular year. ICA has issued a letter to him relating to certain matters concerning audit. He didn't even bother to reply to the letter despite reminders. അവിടെ കറണ്ട് പോയിണ്ടാ? ഉണ്ടാവില്ല അല്ലേ? അത് വേറെ സ്ഥലത്ത്. ആ Failure to reply to professional body shows lack ചിലപ്പോ of കുറച്ച് കഴിഞ്ഞാൽ നിർത്തേണ്ടി വരും, ചാർജ് കുറവാ. ആ പറഞ്ഞോ. and professional responsibility. In the given ലൈക്ക് case, ഐസിഐയും റിപ്ലൈ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ലേ? ഒരു പ്രൊഫഷണൽ ബിഹേവിയറിൽ ഒരാൾ അങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പാടുണ്ട്, എത്ര വലിയൊരു അതോറിറ്റി നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോ? in the given നമ്മളൊരു case, ഉത്തരവാദിത്തമില്ലായ്മ കാണിക്കല്ലേ? uh, ഒരു പ്രൊഫഷണൽ ബിഹേവിയർ വയലേറ്റ് ചെയ്തതിന്റെ എക്സാമ്പിൾ അത്ര ഉള്ളോ അല്ലേ? പക്ഷെ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അത്ര ഉള്ളോന്നല്ല, ഇത് തന്നെ വേണം. ഓക്കെ. okay. ഇത് എനിക്ക് ഓരോരുത്തര് പറഞ്ഞതായോ, ഇതിൽ ഓരോന്നിലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന്. 6 എണ്ണം ഉണ്ട്. അയ്യവ, നിങ്ങൾക്ക് വേണ്ടി തയ്ച്ച പോലെ ഉണ്ട്. ഇത് എത്ര പേരുണ്ട്? 6 പേര്. അദ്വൈത ടൈപ്പ് ചെയ്തിട്ടാ മതി കേട്ടാ. ഓക്കെ, ഒരാൾ വായിക്കുക, പക്ഷെ ഒരെണ്ണത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ആ അയ്യോ, ഏളായ ഉള്ള പോലെ ഒരാൾ വായിക്കുക.
ഇതെന്താ കറണ്ട് വരാത്ത? CAH is managing partner of HK and Company, a chartered accountant firm, having registered office at Delhi, with the annual task of reviewing whether any threat to independence is observed in the firm. CAH noted down the following observations received from the staff and the partners of the firm for the financial year 2023-24. CAJ, partner of the firm, performed the statutory audit as well as non-audit engagement for Nurses Takeaway Private Limited. The self-review ആണോ? അതെ. അത് അടുത്തത് വായിച്ച് ഉത്തരം പറഞ്ഞ ഇത് ഓർത്ത് വെക്കട്ടോ. ഓരോരുത്തർ പറഞ്ഞത് ഓർത്ത് വെക്കുക. എന്നിട്ട് തെറ്റില്ല നമുക്ക് ആൻസർ നോക്കിയിട്ട് പറയാം. CAM, partner of the firm who has done income tax audit for Mrs. Happy Associates, wherein CAM has a material significant indirect financial interest. ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് വരുമ്പോ സെൽഫ് ഇൻട്രസ്റ്റ് വരുമ്പോ ഇൻട്രസ്റ്റ് ത്രെട്ട് അല്ലേ? എന്താ അല്ലേന്നൊന്നും ഇല്ല നീ. ആണ് എന്താ ആണ് അല്ലേന്ന്? ആണ് ആണ് ആണ്. The cost of air travel and stay accommodation of family members of audit team for the audit of Chennai was borne by client stationed at Chennai. Familiarity threat. ഏതാ? Familiarity threat. ഓക്കെ. നെക്സ്റ്റ്. One of the clients, Mrs. Shock Limited, threatened to replace them as auditors because the audit team insisted to make provisions from expected credit loss which the company was not willing to provide. Intimidation threats. ഓക്കെ, നെക്സ്റ്റ്. ഓരോരുത്തർ പറഞ്ഞത് ഓർത്ത് വെക്കണേ. ഞാൻ പറ. ആറാമത്തെ അദ്വൈത്ത് ഉത്തരം എഴുതിട്ടോട്ടാ. അഞ്ചാമത്തെ അരീമ മെർലിൻ ആരെങ്കിലും ഒരാൾ വായിച്ച? അവരെന്നെ അല്ലേ ഉള്ളോ? ആറാമത്തെ അദ്വൈത്ത് ഇപ്പഴേ വായിച്ച ഉത്തരം ടൈപ്പ് ചെയ്തിട്ടേ. അഞ്ചാമത്തെ അല്ലേ വായിക്കല? അഞ്ചാമത്തെ അരീമ മെർലിനെ ആരെങ്കിലും വായിക്കേ. CAN, partner of the firm who audited Mrs. NM Private Limited, became arbitrator for dispute ആർബിട്രേറ്റർ പറഞ്ഞ between ഇടനിലക്കാരൻ, ഒത്തുതീർപ്പുകാരൻ. ആ ഒരു മീനിങ്. NM Private Limited and one of its vendors. Advocacy threats. എന്തൊരു ത്രെറ്റ്? Advocacy threats. അദ്വൈത്ത് ടൈപ്പ് ചെയ്തിട്ടാ? എവിടെ ടൈപ്പ് ചെയ്തിട്ടില്ലല്ലോ. അദ്വൈത്ത് ഇല്ലേ? ഉണ്ടല്ലോ. ആറാമത്തേതാ? വേഗം വേഗം. സെൽഫ് റിവ്യൂ ആണോ? ആണല്ല പെണ്ണ്. നിങ്ങള് എക്സാമിന് ചോദിക്കോ? എന്താ ചോദ്യം? ആക്സെപ്റ്റ് അസൈൻമെന്റ് ഓഫ് ടാക്സ് ഓഡിറ്റ് ഓൺ ബിഹാഫ് ഓഫ് അല്ല. അപ്പൊ നീ പഠിച്ചിട്ടില്ല. ഇതിലൊരു വാക്ക് കണ്ട അത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? Self-interest threats. ഇത് ബാക്കിലാട്ടാ. ഈ കണ്ടിജന്റ് ഫീ എന്ന് വെച്ച് കഴിഞ്ഞാല് വല്ല പ്രോഫിറ്റ് കൂടുമ്പോൾ ഓഡിറ്റ് ഫീ കൂടും. ഈ കണ്ടിജന്റ് ഫീ അറിയണ ആള് പറയും സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സർപ്രൈസ് പൊളിക്കാം. തന്നെയാണ് ഓരോരുത്തർ പറഞ്ഞത്. ആരെങ്കിലും പറയാൻ തെറ്റുണ്ടാ? അമ്മേ, എന്താ അനങ്ങാത്ത്? ഇതല്ല ശരിയാ. അല്ല, എല്ലാരും പറഞ്ഞ ശരിയാ. ശരിയായവരൊക്കെ ഇതിട്ടെ, ശരിയല്ലാത്തൊരു ഡൗൺ ആരോട്ടെ. അത് അശിതയുടെ തെറ്റിയാ? അത് മാറിപ്പോയത്. മാറരുത്. ഓക്കെ, അപ്പൊ അത്ര തന്നെ ഉള്ളു. പിന്നെന്താ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ അതില്? ഇല്ലല്ലോ. സെഡിമെറ്റുകൾ തന്നെ അത്. ഓക്കെ, പ്രൊഫഷണൽ ക്യാപിറ്റലിസത്തിന്റെ ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അയ്യോ. ഒന്ന് വായിച്ചേ. വായിക്കേ 2, 4, 6, 7. ഞാൻ അവിടെ പോയി.
വായിക്ക്. ഹലോ ഹലോ C.A. Jathan is an auditor of XYZ Pharma, his brother-in-law's partnership firm. His family relationship വായിച്ചോ ഞാൻ His family relationship creates a conflict of interest that could unduly influence his professional judgment, making it difficult for him to provide an unbiased opinion on the firm's financial statement. In another assignment of tax audit of a company, C.A. Jathan is also required to prepare the company's tax return. He fails to check the latest provision of Income Tax Act, which allows for a major new deduction resulting in the client overpaying income tax. C.A. Jathan is also preparing GST returns of one of his clients. The client instructs him to intentionally understate the sales figures to reduce the tax liability. Identify and explain the fundamental principles of professional ethics involved in the above situations. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. നമുക്ക് ബാക്കി നാളെ ചെയ്യാം. ഈ ക്വസ്റ്റ്യന് വായിച്ചാ വായിച്ചു. എന്താ വൈലറ്റ് ആവണ്? ഹലോ ആ വായിച്ചു. എന്താ വൈലറ്റ് ആവണ്? അയ്യോ ഏ എന്താ വൈലറ്റ് ആവണ്? ആദ്യം അൺഡ്യൂ ഇൻഫ്ലുവൻസ് വരുമ്പോ ഇത് ഒബ്ജക്റ്റിവിറ്റി. നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാൻ എന്തേലും ഓഫ് ആവും. എവിടെ നിർത്തിയത്? പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി മുന്നേ ഫുഡ് കഴിക്കണം. ഉറങ്ങണേന്റെ തൊട്ട് മുന്നേ കഴിച്ചിട്ട് കാര്യമില്ല. ഐ മീൻ അത് ഡൈജഷനെ ബാധിക്കും. പിന്നെ നിങ്ങൾ ലേറ്റ് ഫുഡ് ആണെങ്കിൽ വിഷയമില്ല, ഹെവി ഫുഡ് ആകുമ്പോൾ പ്രശ്നം. എത്തിക്സ് നിങ്ങൾ എവിടെ നിർത്തിയത്? ഏത് ക്വസ്റ്റ്യനാണ് നിർത്തിയത്? ഇത് കഴിഞ്ഞു. ഏതോ ഒബ്ജക്റ്റിവിറ്റിയുടെ എന്തോ അല്ലേ പറഞ്ഞത്? ഇത് കഴിഞ്ഞു. ഓക്കെ. ഇവിടെ എന്തായിരുന്നു വയലേറ്റ് ചെയ്യണ്ടായിരുന്നത്? ഒബ്ജക്റ്റിവിറ്റിയും അല്ലേ? അതന്നെ. ഇൻ ദ ഗിവൺ കേസ് CA റിലേഷൻഷിപ്പ് ക്രിയേറ്റ് എ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു അടി ഉണ്ടായി, അല്ലെങ്കിൽ ലൈക്ക് വാക്ക് തർക്കം, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ട്, രണ്ടുപേരുടെയും കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ ഓഡിറ്ററിന്റെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റിനെ ബാധിക്കും. ദാറ്റ് ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ ഇസ് ബീങ് വയലേറ്റഡ്. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചിലപ്പോൾ ഇനി പറ്റിക്കോളുന്നില്ല, ലൈക്ക് നമ്മൾ ചിലപ്പോൾ വിട്ടുവീഴ്ചക്ക് നിൽക്കും, അത് പറ്റത്തില്ല. ദ പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റീവ് റിക്വയർസ് ആൻ ഓഡിറ്റർ നോട്ട് ടു കോംപ്രമൈസ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്. നമ്മൾ ഒരാളുടെ വഴക്കുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ പിന്നീട് നമ്മുടെ സംഭവങ്ങൾ നമ്മൾ നേരിട്ട് പറയാൻ ഒരു ഭയം ഉണ്ടാവും, ഇല്ലേ? ഇതൊക്കെ ലിമിറ്റുള്ള സെയിം സംഭവം തന്നെയാണ്. ഓക്കെ, ഇതില് വേറെ എന്തോ ഉണ്ടല്ലോ. CA Jithin is also preparing GST return of one of client. The client instructs him to in another assignment. ഇതിലേതാ? പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. ഇതിലോ? ഇതിലേതാന്ന് അറിയുമ്പോ പറഞ്ഞേ. ഞാൻ ഹൈലൈറ്റ് ചെയ്തതില് ഏത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളാ വയലേറ്റ് ചെയ്ത്? അല്ലെങ്കിൽ എന്താണ് അവിടെ പ്രശ്നം? ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അല്ലേ? അപ്പൊ ഏത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടുക? പറ. ഒബ്ജക്റ്റിവിറ്റി. ഏതാണ്? കേട്ടില്ല, ഒന്നുകൂടി പറഞ്ഞേ. കേട്ടില്ല ഞാന്. ഏതോ പറഞ്ഞു. ഇന്റഗ്രിറ്റി. അത് തന്നെയാണോ പറഞ്ഞത്? അല്ല, ആദ്യം തെറ്റിപ്പോയത്. ഇപ്പൊ ഇവിടെ കള്ളത്തരം ചെയ്യാനല്ലേ പറഞ്ഞത്? കള്ളത്തരം പറഞ്ഞാൽ സത്യസന്ധത ഇല്ലായ്മല്ലേ? സത്യസന്ധതയെ പറ്റിയിട്ടല്ലേ ഇന്റഗ്രിറ്റി പറയണത്? അതെ. ഓക്കെ, അത് പിന്നെ അതിന്റെ ഓരോ പോയിന്റുകൾ, ഡീറ്റെയിൽസ് സംഭവങ്ങൾ ചെയ്താ. ഓക്കെ,
ഓക്കെ, ഇത് സിമ്പിളാണ്, നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, ഇതൊന്ന് വായിച്ച ഒരാള്. A professional accountant is expected to comply with the fundamental principles of professional ethics at all times. Explain which fundamental principle governing professional ethics is violated in the following situations. First, സിമ്പിള്. a chartered accountant in practice accepted the appointment as an auditor of a firm in which his sister was a partner. ഓക്കെ, Second, a chartered accountant in practice was approached by his friend to seek some insider information about a company which was a client of chartered accountant. He could not refuse his friend's request. Third, a chartered accountant in practice failed to inform his client about the change in laws applicable to his client. ഫസ്റ്റ് വൺ ഉത്തരം ഏതാ പറയാൻ പറ്റുമായിരിക്കും. ഒബ്ജക്റ്റിവിറ്റി. ഫസ്റ്റ് ഏത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ് വയലേറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റില്? ഏതാണ്? ഏതാ പറ. Objectivity. ഒബ്ജക്റ്റിവിറ്റി അല്ലേ? കാരണം നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? എന്റെ അനിയത്തി അവിടെ പാർട്ണർ ആയിട്ടുള്ള കമ്പനിയില് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രേറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ ഒരു ബയാസ്ഡ് ആവാൻ സാധ്യതയില്ലേ? സ്ട്രേറ്റ് ഫോർവേഡ് ആയിക്കോളുന്നില്ലല്ലോ. അല്ലടാ, രണ്ടാമത്തെ പറഞ്ഞേ. Confidentiality. മൂന്നാമത്തെ Professional competence and duty. അതിന്റെ സബ് പോയിന്റുകൾ എഴുതണം, അത്രേ ഉള്ളൂ. ഇത് വായിച്ചേ. ഇന്റഗ്രിറ്റി റിലേറ്റഡ് പോയിന്റ്സുകൾ എഴുതാ. സിമ്പിൾ ഡാറ്റോസിനാണ്. ഓക്കെ, ഇത് വായിച്ചേ. C.A. Sudhakar has appointed as the auditor of AMRO Limited. Before accepting the appointment, he learns that his cousin, who held share in the company and recently passed away with as the nominee for these shares, which Okay, have okay, substantial value. എന്താണ് Although പറയണത്? ഏതൊരു കമ്പനിയില് അപ്പോയിന്റ് ചെയ്തു ആര്? CA സുധാകരനെ. ബിഫോർ ആക്സെപ്റ്റിംഗ് ദ അപ്പോയിന്റ്മെന്റ്, ലൈക്ക് അപ്പോയിന്റ്മെന്റിന് റിക്വസ്റ്റ് ചെയ്തു കമ്പനി CA-കാരനോട്. CA-കാരെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ CA-കാരനെ അറിഞ്ഞു. CA-കാരന്റെ ഏതൊരു അകുന്ന കസിന് ഈ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന കമ്പനിയിൽ എന്തുണ്ട്? ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അയാൾ തട്ടിപ്പോയി. ഏത്? കസിനിന് മക്കളില്ല. അപ്പോ ആ ഷെയർ മരിച്ചു പോയിട്ടുള്ള കസിന് നോമിനി എന്ന് വെച്ചാൽ സുധാകരനാണ്. എന്ന് വെച്ചാൽ സുധാകരനാണ് ഈ ഷെയർ കിട്ടുക. അപ്പൊ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യല്ലേ ഇപ്പൊ ഇൻഡയറക്ട്ലി, അല്ലേ? സബ്സ്റ്റാൻഷ്യൽ വാല്യൂ ഉണ്ട് എന്ന് പറയുന്നുണ്ട് താനും. അത്യാവശ്യം ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓൾദോ ഹോൾഡിംഗ് സച്ച് ഷെയർസ് ത്രൂ എ ഡിസ്റ്റന്റ് റിലേറ്റീവ് വഴിയാണ് ഷെയർ കിട്ടുന്നത്, നേരിട്ട് ഹോൾഡ് ചെയ്യണതല്ല. ഓൾദോ ഹോൾഡിംഗ് സച്ച് ഷെയർസ് ഡു നോട്ട് വയലേറ്റ് ലീഗൽ പ്രൊവിഷൻ ഓർ അഫക്ട് ഹിസ് ഇൻഡിപെൻഡൻസ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ CA സുധാകരൻ നേരിട്ട് മേടിച്ചതല്ല, അല്ലല്ലോ. അല്ലെങ്കിൽ ഇതിപ്പോ CA സുധാകരന്റെ പേരിലായി എന്ന് പറയുന്നില്ല. അയാൾ മരിച്ചുപോയി. ഇനിയിപ്പോ എന്തെങ്കിലും ലീഗൽ ഫോർമാലിറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, CA സുധാകരന് കിട്ടും. ആ ഒരു സിറ്റുവേഷനിൽ വിചാരിക്കും. അപ്പോ നിയമപരമായിട്ട് സുധാകരൻ ഹോൾഡ് ചെയ്യണില്ല, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പൊ ചിലപ്പോ നിയമപരമായിട്ട് അയാൾക്ക് റെസ്ട്രിക്ഷൻ ഇല്ല, ലൈക്ക്
ഓഡിറ്റർ ആവാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓൾദോ ഹോൾഡിംഗ് സച്ച് ഷെയർസ് ത്രൂ എ ഡിസ്റ്റന്റ് റിലേറ്റീവ്, റിലേറ്റീവ് തന്നെയാണ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഫോർമാലിറ്റി കഴിഞ്ഞായിരിക്കും സുധാകരന് കിട്ടണ്ടായിരിക്കുമല്ലോ. നോട്ട് വയലേറ്റ് ലീഗൽ പ്രൊവിഷൻ ഓർ എഫക്ട് ഹിസ് ഇൻഡിപെൻഡൻസ്. ദിസ് അൺഎക്സ്പെക്ടഡ് ഇൻഹെറിറ്റൻസ് പ്ലേസസ് ഹിം ഇൻ എ ഡിലേമ. അയാളിപ്പോ കൺഫ്യൂഷനിലാണ്. CA സുധാകരൻ എന്താണ് ഒരു കൺഫ്യൂഷനിലാണ്. എന്താണ് ഇപ്പൊ സംഭവം? ചിലപ്പോ എനിക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അപ്പോയിന്റ്മെന്റ് അസൈൻ ഓഡിറ്റർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിനാരിയോ ആണ്. എന്നാൽ എനിക്ക് ആ ഷെയർ കിട്ടാനുള്ള അവകാശം ഉണ്ട്. ലൈക്ക് നോമിനി ആയിട്ട് എന്റെ പേരുള്ളത് കൊണ്ട് എനിക്ക് ആ ഷെയർ കിട്ടാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഞാൻ ഷെയർ വിൽക്കണോ അതോ ഷെയർ പിടിച്ചോണ്ട് തന്നെ എനിക്ക് കമ്പനിയിൽ ഓഡിറ്റർ ആവാൻ പറ്റുമോ? ആകെ കൺഫ്യൂഷനിലാണെന്നാണ് പറയണത്. അപ്പൊ അഡ്വൈസ് CA സുധാകർ ഓൺ ഹൗ ഹി ഷുഡ് ഡിസൽ. നിങ്ങളൊന്ന് കോമൺ സെൻസിൽ ആലോചിച്ച് നോക്ക്. ഇയാൾക്ക് ഇനിയിപ്പോ കിട്ടിയാലും ഇനി കിട്ടാൻ പോകണല്ലോ എന്നുണ്ടെങ്കിലും ഇയാൾ ബയസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഷെയർ വാല്യൂ കൂട്ടാനല്ലേ ഇയാൾ ആഗ്രഹിക്കുക. അപ്പൊ ഒബ്വിയസ്ലി എന്ത് ചെയ്യണം? വിൽക്കണം. ഡൈലേമയുടെ അല്ലെങ്കിൽ ഡിലേമയുടെ ആവശ്യമില്ല. അയാൾ വിൽക്കണം. കാരണം അയാൾ പോലും അറിയാതെ അയാൾ ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആവണമെന്ന് അല്ലെങ്കിൽ അൺബയസ്ഡ് ആവുമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നാളെ ഒരു സിനാരിയോ മതി മനുഷ്യന്റെ സ്വഭാവം മാറാൻ. അപ്പൊ എന്ത് ചെയ്യണം? അയാൾ അത് വിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. In the given situation, holding shares by CA Sudhakar involves financial interest in the company and is a nature of self-interest threat. Though he has come to hold shares due to nomination, അയാൾ നേരിട്ട് പർച്ചേസ് ചെയ്തതല്ലെങ്കിൽ പോലും ഡിസ്റ്റന്റ് റിലേറ്റീവ് വഴിയാണ് കിട്ടിയെങ്കിൽ പോലും chartered accountants have a responsibility to remain independent by taking account the context in which the practice, the threats to independence and safeguards. Threats to independence എല്ലാം അവോയ്ഡ് ചെയ്യണം by applying the safeguards available. സേഫ്ഗാർഡ്സ് പറഞ്ഞാൽ എന്താ? ദാറ്റ് ആർ ദി ആക്ഷൻസ് ദാറ്റ് മേക്ക് ദ പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ഇഫക്റ്റീവ്ലി റെഡ്യൂസസ് ത്രെറ്റ്സ് ടു കംപ്ലൈ വിത്ത് ത്രെറ്റ്സ് ഇൻഡിപെൻഡൻസ് ഒക്കെ കുറച്ചിട്ട് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആക്ഷൻസുകളാണ് എന്ത്? സേഫ് ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ നമ്മുടെ സെയിം സംഭവമാണ്. അപ്പൊ കൺസിഡറിങ് അബവ് ഹോൾഡിംഗ് ഓഫ് ഷെയർസ് ഓഫ് ദ സെയിം കമ്പനി ഫോർ വിച്ച് ഹീസ് ഓഫർഡ് അപ്പോയിന്റ്മെന്റ് ക്രിയേറ്റ്സ് ത്രെറ്റ്സ് ടു ഹിസ് ഇൻഡിപെൻഡൻസ്. Therefore, CA Sudhakar should take steps to eliminate the threat. എന്ന് വെച്ചാൽ ഷെയർസ് സെല് ചെയ്യണം ഇമ്മീഡിയറ്റ്ലി ബിഫോർ ആക്സെപ്റ്റിംഗ്. എന്ന് വെച്ചാൽ ഷെയർ സെല് ചെയ്ത ശേഷമാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? ഓക്കെ, പഠിക്കണം കേട്ടോ, അത് പഠിക്കണം. ഓക്കെ, എത്തിക്സ് കഴിഞ്ഞു. SA 210 ഇതിലിപ്പോ SA 210 ആരൊക്കെ നോക്കിയിരുന്നു പറഞ്ഞേ? ഷിത, തേജിക, പിന്നെ ആരാണ്? ഏഞ്ചല് നോക്കിയിട്ടില്ല. അരീമ നോക്കിയിട്ടില്ലേ? നോക്കിയിട്ടുണ്ട്. SA 210 നോക്കിയിട്ടുണ്ട്. ഏഞ്ചല് നോക്കിയിട്ടില്ല. HQC 1 HQC 1 ആരൊക്കെ നോക്കിയിട്ടുണ്ട്? തേജിക നോക്കിയിട്ടുണ്ട്. അഷിത നോക്കിയിട്ടുണ്ട്. അരീമേ? അപ്പൊ നമുക്ക് SA 210 എടുക്കാം. HQC പഠിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കായിരുന്നു, പെട്ടെന്ന് തീർന്നായിരുന്നു. ഓക്കെ, ഇതൊരാൾ വായിച്ചേ. Mr. J is an articled clerk with a big chartered accountants firm. He is a part of the engagement team which is conducting the audit of a company for the first time. They are assigned with the work of preparing the draft audit engagement letter. Mr. J is not sure how to go about with his work. Explain what is audit engagement letter and what are its അതിന്റെ കണ്ടന്റ് contents. എന്താന്ന്? ഇത് സ്റ്റഡിമെന്റിൽ ഡയറക്റ്റ് സംഭവം അല്ലേ? അതെ. അല്ലേ? അത് ഇതാ. ഓക്കെ, ഇത് വായിച്ചേ.
ചൂട് CAH has been offered audit of financial statements of a society engaged in promoting social causes such as setting up of drug de-addiction centers for misguided youth and rehabilitation such as young people by helping them find adventures of gaining gainful employment. അവന്യൂസ് However, ആ okay, find avenues of gainful അവഞ്ചേഴ്സ് employment. പറഞ്ഞാല് അത് പടാണ്. അയൺമാൻ ഫാനാണോ? അയൺമാൻ സ്പൈഡർമാനാ? അല്ലല്ല അയൺമാൻ അയൺമാൻ ആരാ? അയൺമാൻ മറ്റേ കമ്പിളിക്കണ ആളാ? അതൊന്നല്ല എനിക്കറിയാം. മറ്റേ ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട്, അയൺമാൻ ഉണ്ട്, ഹൾക്ക് ഉണ്ട്, കുറെ പേരുണ്ട്, എനിക്കറിയാം. അയൺമാന്റെ ഫേമസ് ഡയലോഗ് എന്താ? ഡയലോഗ് ഒന്നും അറിയത്തില്ല, അവസാനം മരിച്ചു പോകുന്നൊന്നും അറിയാം, എനിക്കറിയത്തില്ല. എന്നാ ബാക്കി പറ. Okay. By such young people by helping them find avenues of gainful employment. However, CAH failed to send an audit engagement letter to the society's governing body and proceeded to conduct the audit. In the നിങ്ങൾ absence നെറ്റിയാ? of നെറ്റിയാ? സെൻഡ് ചെയ്യണമായിരുന്നു, ചെയ്തില്ല ആ എൻഗേജ്മെന്റ് ലെറ്റർ. And to the society governing body and proceeded to conduct the audit. In the absence of this letter, the governing body is of the view that purpose of such an audit is to provide absolute assurance against the probable errors and fraud in the financial statements. Does it constitute violation of the fundamental principles governing professional ethics? Stay reasons for the same. And in the absence of this letter, the governing body is of the view that purpose of ലെറ്റർ നമ്മളിപ്പോ ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്ലയന്റിനെ വായിച്ചാൽ മനസ്സിലാവും നമ്മളെ അബ്സല്യൂട്ട് അഷുറൻസ് അല്ല. എന്താ അഷുറൻസാ കൊടുക്കുക? റീസണബിൾ. ഇപ്പൊ അതില്ലാത്തോണ്ട് അവരെന്താ വിചാരിച്ച? അബ്സല്യൂട്ട് അഷുറൻസ് വിചാരിച്ചതല്ലേ? ഇവിടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്താ വയലേറ്റ് ചെയ്യണ? എന്ത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് അവിടെ വയലേറ്റ് ചെയ്തിട്ടുള്ളത്? പ്രൊഫഷണൽ ബിഹേവിയർ ആയിരിക്കോ? പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആയിരിക്കും ഇനി. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ്? എൻഗേജ്മെന്റ് ലെറ്റർ അയക്കണം. കാരണം അതിന്റെ ഉള്ളിലാണ് സ്കോപ്പ് സംഭവങ്ങളൊക്കെ പറയാ, റീസണബിൾ അഷുറൻസ് സംഭവങ്ങളൊക്കെ. ഇതിലിപ്പോ എന്താ? അത് വായിച്ചേ. ആസ് പെർ ഒട്ടല്ലേ? ആ അതിന് മുന്നേ ആസ് പെർ കാണാനില്ലല്ലോ. ഇല്ല. ആ അവിടുത്തെ വായിച്ചേ. As per SA 210, agreeing the terms അതിന് of നിങ്ങൾ audit. എപ്പോഴും ഉണ്ടല്ലോ ക്വസ്റ്റ്യനിൽ എസ് ഐ നമ്പർ എന്തായാലും എഴുതണം. ലൈക്ക് ഏത് എസ് ഐ റിലേറ്റഡ് ആണ് എസ് ഐ നമ്പർ എഴുതണം, ഫുൾ ഹെഡിങ് എഴുതണം. ഓക്കെ, ഞാൻ പറയാൻ വിട്ടുപോയി. As per SA 210, agreeing the terms of audit engagement, the auditor വീഡിയോ shall ഓണാക്കാൻ agree. പറ്റിച്ച് ഓണാക്കാ. അപ്പൊ എന്തായാലും കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. As per SA 210, agreeing the terms of audit engagement, the auditor shall agree the terms of the audit engagement with the management or those charged with governance as appropriate. അല്ലേ The എഗ്രി ചെയ്യണ്ടേ? ലൈക്ക് രണ്ടുപേര് ലെറ്റർ ഓർഡർ ലെറ്റർ അങ്ങോട്ട് അയച്ചിട്ട് സൈൻ ചെയ്യിപ്പിക്കണ്ടേ? വേണം. ആ The agreed terms of the audit. അതെന്തായിരിക്കണം? റിട്ടേൺ ഫോർമാറ്റിലായിരിക്കണം അല്ലേ? അതാ നെക്സ്റ്റ് ലൈനിൽ പറയണത്. ഇനി എന്താ പറയണത്? Such a letter ഒബ്ജക്റ്റീവ് സ്കോപ്പ് നമ്മൾ പറഞ്ഞിരുന്നുവെങ്കിൽ അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുമായിരുന്നോ? ഇല്ല. ഈ ആബ്സെൻസ് എന്താവും? മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് കാരണമാവും. പിന്നെന്താ? ഗവേണിംഗ് ബോഡി ഇംപ്രോപ്പർ വ്യൂ അവർ ചെയ്തു. ബൈ നോട്ട് ഫോളോയിങ് SA 210 ഈസ് നോട്ട് ആക്ടിങ് എത്തിക്കലി ആസ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആണ്. എന്ന് വെച്ചാൽ നോളജ് യൂസ് ചെയ്തില്ല അയാള് അല്ലേ? അയാൾക്ക് അറിയാത്തോണ്ടാന്ന് പറയണ്ട. CH ഫെയിൽഡ് ഡ്യൂ ടു ലൈക്ക് നോളജ് യൂസ് ചെയ്തില്ല അയാള്. ആ ഒരു മീനിങ്ങിൽ അവിടെ പറഞ്ഞത് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് എന്നുള്ള ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ് എന്തായത് വയലേറ്റ് ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പൊ എന്താ പറയണത്? ഇനി നെക്സ്റ്റ് വായിക്കേ. 5th. This principle requires an accountant to attain and maintain professional knowledge and ഏത് skill at the പ്രിൻസിപ്പിള്? competency. Maintain professional knowledge and skill at the level required to ensure that a client or employing organization receives. കണ്ടന്റുകളാണിത് അല്ലേ? അല്ലേ? നമുക്കൊരു എഫക്റ്റീവ് സർവീസ് ക്ലയന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ SA എൻഗേജ്മെന്റ് ലെറ്റർ അയക്കണായിരുന്നില്ലായിരുന്നോ? വേണം. അതന്നെ പറയണത്. ഇനി 6th വായിക്കേ.
Maintaining professional competency requires awareness of current technical and professional standards. ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിംഗ് ഫോളോ ചെയ്യണം. അത് Non-sending of engagement letter shows lack of such awareness on part of CAH. Therefore, he അപ്പൊ has അയാള് പ്രൊഫഷണൽ കോമ്പറ്റൻസ് വയലേറ്റ് ചെയ്തു അല്ലേ? അല്ലേ? അപ്പൊ എല്ലാരും എവിടെ ഇരിക്കണ്? റൂമിലാണാ? ക്ലാസ്സിലല്ല തോന്നുന്നുണ്ടല്ലേ? അതെ. ക്ലാസ്സിലാ? അല്ല, റൂമിലാന്നല്ലേ? റൂമില്. റൂമിൽ എങ്ങനെയാ ഓരോരുത്തർക്ക് ഒരു ടേബിളിലാണ് ഇരിക്കുന്നത്? അല്ല, കട്ടില്ല. കഷ്ടപ്പാട്. ഓക്കെ. അയ്യോ, ഉറങ്ങരുത് കേട്ടാ. ഇപ്പൊ നല്ല ഉറക്കം വരുവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. Deeba Limited initially requested an audit engagement for the financial year 23-24. However, midway അതിൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? initial request ഏതെങ്കിലും പ്രശ്നം ഉണ്ടാ? ഓഡിറ്റർ അയച്ചു കൊടുക്കണം എന്നാണോ? എന്താ ലോട്ടറി? അല്ല ഓഡിറ്റർ ആയിട്ടല്ലേ എൻഗേജ്മെന്റ് ലെറ്റർ അയച്ചു കൊടുക്കണ്ട, അതുകൊണ്ടാണ്. മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞേ. പ്രശ്നമായിട്ട് ഇപ്പൊ ഓഡിറ്റർ ആണല്ലോ എൻഗേജ്മെന്റ് ലെറ്റർ അയച്ചു കൊടുക്കുന്നത്, അതുകൊണ്ടാണോ? ഇതെന്താ ദീപ ലിമിറ്റഡ് ഇനീഷ്യലി റിക്വസ്റ്റ് ഓഡിറ്റ് എൻഗേജ്മെന്റ് ലൈക്ക് എന്റെ ഓഡിറ്റർ ആവോന്ന് ദീപ ലിമിറ്റഡ് ചോദിച്ചു ഓഡിറ്ററോട്. ഇതിൽ പ്രശ്നം ഉണ്ടോന്ന്? ഇല്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഇല്ല. ഇല്ല ഇല്ല ഉറപ്പാ? ഞാൻ പറ, സമയങ്ങളല്ലേ ഇങ്ങടെ തന്നെ ഫുഡ് കഴിക്കാനുള്ള സമയം പറഞ്ഞിട്ടാ. ഇല്ലാന്ന് ഉറപ്പാണോ? അതല്ല സാർ, ഇൻട്രസ്റ്റ് ഓഫ് ബോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവരിപ്പോ റിക്വസ്റ്റ് ചെയ്യണമെന്നല്ലേ പറയണുള്ളൂ, അല്ലാതെ ഒരാളങ്ങടെ നിർബന്ധിച്ച് അപ്പോയിന്റ് ചെയ്യിപ്പിച്ചു എന്നൊന്നും പറയണില്ലല്ലോ. ഇല്ല. ഒരാൾ റിക്വസ്റ്റ് ചെയ്താലേ മറ്റേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഓഡിറ്റർക്ക് അങ്ങോട്ട് നിന്നിട്ട് എന്നെ ഓഡിറ്റർ ആക്കോ ചോദിക്കാൻ പറ്റില്ലല്ലോ, ആഗ്രഹം ഉണ്ടെങ്കിലും. ഇല്ല. അപ്പൊ പ്രശ്നം ഉണ്ടാ? ഇല്ല. ഏഞ്ചൽ പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല ഇല്ലാന്ന് ഉറപ്പാണോ? ഞാൻ പറ. ഇല്ല ഇല്ല. നെക്സ്റ്റ് ചോദിച്ചേ. However, midway through the audit process, the management claimed നടുവിലെത്തിയപ്പോൾ the management claims that they are unable to provide complete supporting documentation for a significant portion of their receivables. അതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായില്ലേ? എന്താ നടുവിലെത്തിയപ്പോഴാണ് ഇത് പറയണത്? പറ. As a result, the management asked the auditor to change the audit engagement to a review engagement, arguing that it would prevent the issuance of a qualified opinion. അത് മാനേജ്മെന്റ് റിക്വസ്റ്റ് ഓഡിറ്റർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അതൊരു മീൻസ് ആ ഒരു എവിഡൻസ് കൊടുക്കാത്തതിന്റെ പേരിൽ അങ്ങനെ മാറ്റം റീസണബിൾ ആയിട്ടുള്ള ഒരു കാരണം അല്ലല്ലോ, അതുകൊണ്ട്. അപ്പൊ ഏതാണ് റീസണബിൾ ആയിട്ടുള്ള കാരണങ്ങള്? ഓരോരുത്തരും ഓരോ പോയിന്റ് പറഞ്ഞേ. A change in circumstances affecting the need for the service. Misunderstanding as to the nature of an audit or related services originally requested. നീ കഴിഞ്ഞാ? അമ്മേ, ഉച്ചക്ക് കഴിച്ചതിന്റെ കിക്കാവുന്നുണ്ട്. നല്ല ഒരു പോയിന്റ് പറ.
ഉച്ചക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടായി. ഉച്ചക്ക് ഞാനൊരു കല്യാണത്തിന് പോയേ. സംഭവം ഉപ്പാന്റെ ക്ഷണാണ്. പിന്നെ മെയിൻലി കല്യാണം പോകുമ്പോ ഫുഡ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലല്ലേ പോവാ. അവിടെ ചെന്നപ്പോണ്ട് എന്റെ ഒപ്പം 10ല് പഠിച്ച പെണ്ണിന്റെ ഉപ്പാണ് എന്റെ ഉപ്പാന്റെ ഫ്രണ്ട്. അപ്പൊ ചെക്കനെ ഏതെങ്കിലും ആയിരിക്കും എന്നുള്ളൊരു ഇതില് പോയതാ. ചെന്നപ്പോണ്ട് എന്റെ ഒപ്പം 10ാം ക്ലാസ്സിൽ പഠിച്ച അതേ ഒരുത്തന്റെ ഒരു കട്ട്. പക്ഷെ സ്റ്റേജിന്റെ ബാക്കിൽ പേരുകളൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ എന്റെ മൈൻഡിൽ ഇത് കാസിമാണോ ഡൗട്ട്. പക്ഷെ പേരൊന്നും സ്റ്റേജിന്റെ ബാക്കിൽ ഇട്ടിട്ടില്ല. നോർമലി സ്റ്റേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമല്ലോ സ്റ്റേജ്. അതറിയണ്ടേ? അല്ല അതന്നെയാണോ ഉറപ്പില്ല. ഇത് ഇവനെ ഞാൻ 10ാം ക്ലാസ്സിൽ കണ്ടതാണ്. അന്ന് മെല്ലിട്ട് ഇപ്പൊ മുഖം ചേർത്തിട്ട് അതന്നെയാണോ ഇനി അതുപോലെ വേറെ വല്ലവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ പേര് കണ്ടില്ല. പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് അതിനെ അന്വേഷിക്കാൻ നിന്നൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് പിന്നെ വരുന്ന വഴിയില് ഞാന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കി. അപ്പണ്ട് ഞാൻ വിചാരിച്ച പേരെന്നെ അവിടെ എഴുതിയെടുക്കണ് കാസിം. ഹേയ് അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അങ്ങനെ ഒരു വഴിയില്ലാന്നല്ല. അപ്പൊ ഇവന് ഇവിടേക്കാണോ കെട്ടിച്ചെടുക്കണത്? ഐ മീൻ ഇവിടുന്നാണോ പെണ്ണ് കിട്ടിയത്? അപ്പൊ ഞാൻ എനിക്ക് അറിയണ ഒരാൾക്ക് ചോദിച്ചു, ഇത് അർഫയിൽ പഠിച്ച കാസിമാണോ ചോദിച്ചപ്പോ അർഫയിൽ പഠിച്ച എന്റെ ഒപ്പം ഇപ്പൊ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഞാൻ ചെന്ന് കണ്ട് സംസാരിച്ചപ്പോ ആള് ഗ്രൂപ്പിലൊന്നും അതിപ്പോ ആള് കേൾക്കാനൊന്നും പോണില്ല. എന്താ ഇങ്ങനെ ഗ്രൂപ്പിലൊന്നും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ചമ്മലാണോ ഇനി ജാടായതാണോ ഇത്രയും കാലമായിട്ട് അറിയില്ല. സംസാരിച്ച് പക്ഷെ എന്തോ അങ്ങനെ വലിയൊരു മൈൻഡ് ഇല്ലാത്ത പോലെ തോന്നി. ഇനിയിപ്പോ എന്നെ കാണാനില്ല വിചാരിച്ച് പെട്ടെന്ന് കണ്ടപ്പോൾ ഉള്ളൊരു ഇതായതാണോ എന്തറിയില്ല. അല്ല അപ്പൊ ഇങ്ങനെ ട്വിസ്റ്റ് ഉണ്ടായിരുന്നല്ലേ. അതുപോലെ പക്ഷെ ഫുഡ് നല്ലതായിരുന്നു കേട്ടാ. അതിന്റെ ക്ഷീണം ഉണ്ട് തോന്നുന്നുണ്ട്. ഞാൻ പറ ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഉം. ഒരു പോയിന്റ് കൂടി ഉണ്ട്. വേം പറ. A restriction on the scope of the engagement, whether imposed by management or അതൊക്കെ forced by അക്സെപ്റ്റ് ചെയ്തിട്ട് എന്താ ചേഞ്ച് ചെയ്യാം. അല്ലാതെ ഒരു തെറ്റ് കൊടുക്കേണ്ട ഒപ്പീനിയൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റം പറയുമ്പോ നമ്മളൊരു ഉടായ്പിന് കൂട്ടി നിൽക്കണ പോലെ ഓഡിറ്റർ അല്ലേ? ഉടായ്പിനെ അങ്ങനെ കൂട്ടി നിൽക്കോ നിങ്ങള്? ഇല്ല. ഒരു കോടി തരാ ആരും അറിയില്ല പറഞ്ഞ കൂട്ടിക്കോ? Yeah. ഇല്ല. ഇല്ല. 2 കോടി, ഇല്ല. 3, No. 10 കോടി, 10 കോടി തരും. ഇല്ല. ഒരു ജയിലിൽ കിടന്നാല് Nahi. ലാസ്റ്റ് 20 കോടി. 20 കോടി തരും. ഇതിപ്പോ ഏറിപ്പോയാൽ ഇപ്പൊ ഇനിയിപ്പോ സിഎ പോവും. ഏറിപ്പോയാ ഇനിയിപ്പോ ഒരു 2-3 കൊല്ലം ജയിലിൽ എടുക്കേണ്ടി വരും. 20 കോടി കിട്ടും. FD ഇട്ടാൽ തന്നെ മാസം കിട്ടും. ആക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ആയാ മതി. ഓൺലൈനിൽ അങ്ങനെ, ഓഫ്ലൈനില് ഇങ്ങനെ ആവാതിരുന്നാ മതി. ഓക്കെ. ഓഡിറ്റർ ഈസ് നൗ ഫേസിങ് ചലഞ്ചസ്. ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ആദ്യം ആ 3 സിനാരിയോയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ സിനാരിയോയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയണം. ഇതിന്റെ സംഭവം ഞാൻ ബുക്കിൽ ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ കാണിക്കുക ചെയ്തിട്ടുള്ളത്. ബുക്കിൽ എഴുതിപ്പിച്ചിട്ടില്ല എന്നതിന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ബുക്കിൽ എഴുതണം. ഓക്കെ. ഇതാണ് അതിന്റെ ലൈക്ക് ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇവിടുന്ന് തൊട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ആൻസർ തുടങ്ങുന്നത്. ഇത് ഞാൻ എഴുതിപ്പിച്ചിട്ടില്ല എന്നതിന്റെ ഓർമ്മയില് ജസ്റ്റ് പറഞ്ഞു ഉണ്ടായുള്ളൂ അല്ലേ? എഴുതിയിട്ടുണ്ടായിരുന്നോ അത്? മറന്നാ? ഞാൻ ക്ലാസ്സിൽ ഞാൻ കണ്ടെന്ന് ഓർമ്മയുണ്ടാ? കണ്ടിട്ടില്ല. അല്ല ബാക്കിയുള്ളവര് വീഡിയോയില് ഇല്ലായിരുന്നു. വീഡിയോയിലുണ്ടാവില്ല. അല്ല വീഡിയോയില് ഞാൻ ആ, പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ ഇപ്പൊ കാട്ടിത്തരാം.
ഹാങ് ആയ പണിയായ ഇത് ഓർമ്മണ്ടാ പറഞ്ഞത്? നിങ്ങക്ക് കാണാൻ എനിക്ക് കാണാനില്ല. ഓ നിങ്ങക്ക് കാണാനില്ല അല്ലേ? ഈ കാണുന്നത് SI 210 നമ്മള് പറഞ്ഞത്. ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല പറഞ്ഞേ. ഉണ്ടെങ്കിൽ ഉണ്ട്, ഉണ്ടെങ്കിൽ മാത്രം ഉണ്ട് എന്ന് പറയാ. പറഞ്ഞത് ഓർമ്മണ്ടാ? ഉണ്ട്. ബാക്കിയുള്ളവരൊന്നും ഉണ്ടാത്ത്. ഏഞ്ചൽ അഷിത നോട്ട് ക്ലാസ്സിലിരിക്കുക. നോട്ട് ക്ലാസ്സിലിരിക്കുക, എടുത്തില്ല ഹോസ്റ്റലിലോട്ട്. ഇത് പറഞ്ഞത് ഓർമ്മണ്ടാ? ഇല്ല. ഏഞ്ചലിലോ? ഇല്ല. ഏഞ്ചലിലോ? അമ്മേ. ഓക്കെ, ഇവിടെ നോക്ക്. എ ചേഞ്ച് ഇൻ സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നേച്ചർ സർവീസ്, ഇതൊക്കെ എന്താണ്? ഒരു റീസണബിൾ കാരണമാണ് ഓഡിറ്റിൽ നിന്ന് റിവ്യൂലോട്ട് മാറാൻ പറയണത് അല്ലേ? അല്ലാതെ ഒരു ഇൻകറക്റ്റ്, ഇൻകംപ്ലീറ്റ് ഒരു അൺസാറ്റിസ്ഫാക്ടറി ഇൻഫർമേഷന്റെ കാരണം കൊണ്ട് മാനേജ്മെന്റ് ഓഡിറ്റിൽ നിന്ന് റിവ്യൂലോട്ട് മാറാൻ പറയുന്നത് റീസണബിൾ ആണോ? അല്ല. അതാണ് ഇവിടെ പറയണത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പറയണത്. ഇപ്പൊ നോക്ക്, ക്വാളിഫൈഡ് ഒപ്പീനിയൻ കിട്ടും അല്ലെങ്കിൽ ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ കിട്ടും എന്ന് അറിഞ്ഞപ്പോൾ ഓഡിറ്റിൽ നിന്ന് റിവ്യൂലോട്ട് മാറാൻ പറയണത്. അങ്ങനെ ഓഡിറ്റർ അതിനനുസരിച്ച് തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ഉടായ്പിന് കൂട്ടി നിൽക്കല്ലേ? അതെ. അതെ. അപ്പൊ അങ്ങനെ നിക്കരുത്. അപ്പോ ദീപാസ് റിക്വസ്റ്റ്, മാനേജ്മെന്റ് റിക്വസ്റ്റ് എന്ത് ചെയ്യണം? ഓഡിറ്റർ തള്ളിക്കളയണം, നോട്ട് റീസണബിൾ അല്ലാന്ന്. ഒന്നെങ്കിൽ ഓഡിറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യണം, ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന്. ഓക്കെ, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യണം, അത്ര ഉള്ളൂ. ഓക്കെ, ഇതൊന്ന് വായിച്ചേ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആട്ടാ. तेरी नजरों में दिल का किया क्या कहा. CA Puneet is appointed as an auditor of Kamda Limited for the financial year 2023-24. The management of Kamda Limited has requested the auditor to change the terms of original engagement as the company has diversified its business ഒന്ന് and ചേഞ്ച് ഇൻ a few നേച്ചർ ഓഫ് ബിസിനസ് ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? ലൈക്ക് നമുക്കറിയാം, ടേംസിൽ മാറ്റം വരാൻ കാരണമാകുന്ന എത്ര ഫാക്ടേഴ്സുകളുണ്ട്? 8. 8 കുറച്ചെണ്ണം പറഞ്ഞേ. A recent change in senior management, significant change in ownership, change in legal or regulatory requirement, change in other reporting requirements. അതെയോ? വേറെ ആരെങ്കിലും പറയണ്ട? അറിയണവര് പറഞ്ഞേ, ഫുള്ള് പറഞ്ഞേ. A significant change in nature or size of the entity's business.
Any indication that the entity misunderstands the objective and scope of the audit? Any revised or special terms of the audit engagement? കഴിഞ്ഞ A change in the financial reporting framework adopted in the preparation of financial statements. കഴിഞ്ഞ പറയട്ടാ. കഴിഞ്ഞു. ഇവിടെ ചേഞ്ച് നേച്ചർ ഓഫ് ബിസിനസ് അല്ലേ, അപ്പൊ ടേംസ് ഓഫ് എൻഗേജ്മെന്റ് മാറ്റിക്കൂടെ? ഇപ്പൊ ക്ലയന്റിനായാലും ചിലപ്പോ ആ ഒരു ഏരിയ ചിലപ്പോ വേറെ ആളെ കൊണ്ട് ഒടിച്ചിപ്പിക്കണമെന്നുണ്ടാവും. അപ്പോ ടേംസ് ഓഫ് എൻഗേജ്മെന്റ് മാറ്റം വേണം പറയാം, അത് വിഷയമല്ല, ലൈക്ക് റീസണബിൾ ആണ്. അപ്പോ എഗ്രി ചെയ്യാൻ പറ്റുമോ? എഗ്രി ചെയ്യാം. പിന്നെ എന്തൊക്കെ സർക്കംസ്റ്റൻസിൽ മാറ്റം വരുത്താം. അയ്യോ ഇത് ഏതാ? പക്ഷെ ഇത് എന്താ ആൻസർ തെറ്റാട്ടാ. ലൈക്ക് റിക്വസ്റ്റ് ഓഫ് മാനേജ്മെന്റ് ടു ചേഞ്ച് ടേംസ് ഓഫ് എൻഗേജ്മെന്റ് അപ്രോപ്രിയേറ്റ്. ഇത് ശരിക്കും പറഞ്ഞാല് അണ്ടർ വിച്ച് സർക്കംസ്റ്റൻസ് ക്യാൻ ലൈക്ക് റിക്വസ്റ്റ് ചേഞ്ച് ഒട്ട് ചേഞ്ച്. ശരിക്കും ഇതെല്ലാം ഉത്തരം. നിങ്ങൾ പറഞ്ഞ 8 പോയിന്റ് ഉണ്ടല്ലോ, അതാണ് ഉത്തരം. നിങ്ങള് എത്ര 8 പോയിന്റ്സ് അല്ലേ? അതെന്തോ ഒരു വല്ല ഡ്രാഫ്റ്റിംഗ് മിസ്റ്റേക്ക് വല്ല ആയിരിക്കും. ഓക്കെ ഓക്കെ. ഇത് വായിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കേ. CAX has been offered audit of financial statements of 3DK Industries, a partnership firm. Prior to accepting proposed offer, he insists upon obtaining an agreement of management regarding acknowledgement of its responsibility of having a proper process in place to ensure that financial statements prepared are free from material misstatements. However, management is of the view that it is auditor's duty to detect material misstatements in financial statements, and such an insistence by auditor is totally uncalled for. Whose view is proper? Also discuss reasons for arriving at your conclusion. What should be likely proper course of action for CAX in above situation? ഓക്കെ, എന്തൊക്കെയായിരിക്കും എന്റെ ഉത്തരം? ആദ്യം ഹൂസ് വ്യൂസ് ഈസ് പ്രോപ്പർ. ഹൂസ് വ്യൂസ് ഈസ് പ്രോപ്പർ ഏഞ്ചലിന്റെ ആണോ, തേജയുടെ ആണോ, അശ്വതനാണോ, അരീമയുടെ ആണോ, അത് എന്റെ ആണോ? എനിക്ക് വേഗം ഉത്തരം പറഞ്ഞാൽ വേഗം തീർക്കാം. എനിക്കിപ്പോ എന്തായാലും ഫുഡ് കഴിച്ചോണ്ട് തിരക്കൊന്നുമില്ല. ഹൂസ് വ്യൂ ഈസ് പ്രോപ്പർ. പ്രോപ്പർ ആരുടെ വ്യൂ ആ പ്രോപ്പർ? ഞാനിപ്പോ ക്വസ്റ്റ്യൻ ഇപ്പൊ വായിക്കണുണ്ടായിരിക്കുള്ളൂ. Auditor. ഓഡിറ്ററിന്റെ വ്യൂ പ്രോപ്പറാ? അതെ. പിന്നെ എന്താണ് ഇതിന്റെ ഉത്തരം ഉണ്ടാവുക? ബാക്കി എന്തോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, എന്തായാലും വരെ ഏകദേശം? Preconditions. അതാണോ? ഓ മൈ ഗോഡ്, ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞേ? ഞാൻ ഞാനാരാ? ആരാ പറഞ്ഞേ? വക. മൊഗ? ഓ പൊഗ. സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ, അനങ്ങിയത് കേട്ടില്ല. പ്രീ കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ മിനിമം സംഭവങ്ങൾ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, രണ്ടുപേരും ഓഡിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ പഠിച്ചാൽ മതി, സിമ്പിൾ ആണ്. ഓക്കെ, വായിച്ചേ. ഓ
ആരും വായിക്കില്ല. ആരാ ലീവ് ചെയ്ത്? അങ്ങനെ പറ്റത്തില്ലല്ലോ. ആരും വായിക്കണില്ലേ? പിന്നെ വായിക്കാതെ പോകാൻ പറ്റത്തില്ല. CA Paras, CA? CA Paras has accepted audit of financial statements of an entity. According to the standards on audit, the auditor is required to send an audit engagement letter to the entity. What are the key areas that should be included in the audit engagement letter? Under what circumstances is the auditor not required to record the terms of engagement in such a written agreement? എന്താ ലീവായി? നെറ്റ് ബറൊന്നും പോയിട്ടില്ലല്ലോ. ഓ, എന്താ അവിടെ ഏഞ്ചല് നെറ്റ് പോവാൻ? വീട്ടിലാ. ഇപ്പൊ നെറ്റ് വന്നില്ലേ? എന്നാ വാ. ഒന്ന് പഠിക്കുന്ന ചെന്ന് പഠിക്ക. ഇപ്പൊ ട്യൂട്ടറിൽ ഇരുന്ന് പഠിക്കപ്പോ. പറ, ഏതുത്തരം? അരിമത് പഠിച്ചിട്ടുണ്ടാ? ആ എന്നാ അതിന്റെ ഉത്തരം പറഞ്ഞേ. ഉണ്ട്. ഇൻക്ലൂഡ് ആകുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ, പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ്, പിന്നെ അല്ല ഒന്നുമില്ല. ആ Under പിന്നെ what circumstances is the auditor not required to record the terms of engagement? ഇത് പറ. Under what circumstances? ഇതെപ്പോഴാ? ഇത് MCQ പോയിന്റാ. ഇപ്പൊ ഒരു നിയമം പ്രത്യേകിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞ് ഈ ഒരു പോയിന്റ് ഓർമ്മണ്ടാ? ഇപ്പൊ നിയമം റൈറ്റ്സ് ഓഫ് ഓഡിറ്റർ പറയുന്നുണ്ട്. ഏത് കമ്പനി സെക്ടറിൽ പറയുന്നുണ്ട്? ഏതൊരു സെക്ഷനിൽ ഇല്ലേ? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ആക്സസ് ഉണ്ട്. ഏതോ ഒരു കമ്പനി സൈറ്റ് സെക്ഷനിൽ റൈറ്റ്സ് ഓഫ് ഓഡിറ്റർ പറയുന്നുണ്ട് ഇല്ലേ? ഹലോ, ലോല് പഠിക്കാനല്ലേ റൈറ്റ്സ് ഓഫ് എ കമ്പനി ഓഡിറ്റർ? അതൊന്നും എൻഗേജ്മെന്റ് ലെറ്ററിൽ പറയേണ്ട ആവശ്യമില്ല. കാരണം അത് നിയമത്തിൽ ഓൾറെഡി പറയുന്നുണ്ട്. അത് മാനേജ്മെന്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അത് സെപ്പറേറ്റ്ലി എഗ്രിമെന്റ് ലെറ്ററിൽ കാണിക്കണ്ടല്ലോ. വെറുതെ ലെങ്തി ആക്കണ്ടല്ലോ. അപ്പൊ ഇഫ് law or regulation prescribes in sufficient detail the terms of audit engagement, the auditor need not record them in a written agreement വീണ്ടും, except for the fact മാനേജ്മെന്റ് അത് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അത് അറിയുന്ന ഓഡിറ്റർ എൻഷുർ ചെയ്യണം. അങ്ങനെ സിനാരിയിൽ മാത്രമാണ് എൻഗേജ്മെന്റ് ലെറ്ററിൽ കാണിക്കേണ്ടാത്ത ആവശ്യമുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അല്ല, ചാപ്റ്റർ 8ത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതും നിങ്ങളുടെ ബുക്കിൽ അല്ല ബുക്കിലുണ്ടാവും. ഓക്കെ, കഴിഞ്ഞ ഓക്കെ. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. അത് SA 200 റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. SQC 1 എന്നാ നമുക്ക് 4 എടുക്കാം. ബാക്കി